നഷ്ടപ്പെട്ട മനുഷ്യ സമൂഹത്തെ വീണ്ടെടുക്കുക എന്നത് ദൈവിക പദ്ധതിയുടെ ഭാഗമായിരുന്നു. അതുകൊണ്ട് ദൈവം തൻ്റെ മക്കളെ വീണ്ടെടുക്കുവാൻ തയ്യാറായി. അതിനുവേണ്ടി യോഹന്നാൻ്റെ സുവിശേഷം 3:16 നാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അതെ, നമ്മെ സ്നേഹിച്ച ദൈവസ്നേഹത്തിൻ്റെ ആർദ്രത നാം മറന്നു പോകരുത്. എൻ്റെയും നിങ്ങളുടെയും ജീവൻ ദൈവത്തിൻ്റെ കരങ്ങളിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അത് ദൈവിക പരിപാലനവും കരുതലും എപ്പോഴും നമ്മോടുകൂടെ ഇരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 28 അതിൻ്റെ 20 ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളി ചെയ്തു. അതെ, ദൈവിക സംരക്ഷണം എപ്പോഴും നമ്മളുടെ മേൽ നിലനിൽക്കുകയാണ്. ഞാൻ ഒരിക്കൽ ഒരു ചെറിയ അനുഭവ കഥ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. ഒരു നല്ലവനായ മനുഷ്യൻ ഒരു മാൻകുട്ടിയെ വളരെ മനോഹരമായി വളർത്തിക്കൊണ്ടിരുന്നു. ഒരു ദിവസം ആ മാൻകുട്ടിയോട് ചേർന്ന് താനൊരു വനഭാഗത്തൂടെ നടന്നു പോകുമ്പോൾ അത് വീട്ടിൽ വളർത്തുന്ന മാൻകുട്ടിയാണ് എന്നറിയാതെ ഒരു അമ്പെയ്ത്തുകാരൻ അതിനെ അമ്പെയ്യുകയും കൊല്ലുവാൻ ശ്രമിക്കുകയും ചെയ്തു. ദൂരത്തു നിന്ന് കണ്ട നല്ല യജമാനൻ ചാടി ആ അമ്പിൽ പിടിച്ചു. തൻ്റെ കൈകൾ മുറിഞ്ഞെങ്കിലും താൻ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ശ്രമം കൊണ്ട് ഞാൻ വളർത്തിയ മാൻകുട്ടി രക്ഷപ്പെട്ടല്ലോ. ഇതുപോലെ തന്നെയാണ് മനുഷ്യ സമൂഹം പാപത്തിൻ്റെ അധീനതയിൽ വീണ് നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ആദരിയാതെ നമുക്ക് വേണ്ടി മറുവിലയായി തീരുവാൻ ലോകത്തിലേക്ക് നൽകി. അതെ, ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് നൽകി നമ്മെ വീണ്ടെടുക്കുവാൻ. ഒന്നുമില്ലാതെ ഇരുന്ന് നമ്മെ മക്കളും അവകാശികളുമാക്കി തീർക്കുവാൻ ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് നൽകി തന്നു. അതെ, അവൻ വാഗ്ദത്തം ചെയ്യുകയാണ്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. നാം നശിച്ചു പോകുവാൻ ദൈവം അനുവദിക്കുകയില്ല. പിന്നെ ഈ 121 സങ്കീർത്തനം അതിൻ്റെ 7 പഠിക്കുമ്പോൾ, യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും, അവൻ നിൻ്റെ പ്രാണനെ പരിപാലിക്കും. അതെ, ആപത്തുകൾ കൂടാതെ അപകടങ്ങൾ കൂടാതെ ദൈവം നമ്മെ പരിപാലിക്കും. ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുവാൻ ശ്രമിക്കുന്നവനെ നാം ഭയപ്പെടേണ്ട. മത്തായി 10:28. നമ്മുടെ തലയിലെ ഒരു മുടി പൊഴിഞ്ഞാൽ അതുപോലും നമ്മുടെ ദൈവം അറിയുന്നു. ലൂക്കോസ് 21:18. അതെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സംരക്ഷണം എപ്പോഴും നിലനിൽക്കുന്നു. നിൻ്റെ പ്രാണനെ അവൻ പരിപാലിക്കുന്നു. അപകടങ്ങളിൽ നിന്ന്, ആപത്തുകളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, പീഡകളിൽ നിന്ന് എപ്പോഴും ദൈവത്തിൽ വിശ്വസിക്കുന്ന സകലർക്കും ദൈവിക സംരക്ഷണം